നമ്മൾ പോകുന്നത് മട്ടന്നൂർ കണ്ണൂർ സ്കൂളിൽ നിന്നെത്തി. ഇവിടെ എ ഗ്രേഡില്ലേ? റിസൾട്ട് വന്നില്ല. വരും ഉടനെ വരും. ഈ അൽനമ്പർ മഴവില്ല് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7 ഒരേ വേഷമാണ്, പക്ഷെ മഴവില്ല് പോലെയുണ്ട്. ഏറ്റവും സുന്ദരമായി വേഷം ധരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ സംഘനൃത്തക്കാരാണ്. ഏറ്റവും ചടുലമായി കലോത്സവ വേദികളിൽ ആടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് സംഘനൃത്തക്കാരാണ്. ഏറ്റവും നല്ല ആശയങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് സംഘനൃത്തക്കാരാണ്. ഒരുപക്ഷെ മോണോ ആക്റ്റും വേദികളിലൊക്കെ നാടക വേദികളിലൊക്കെ അത് വരാറുണ്ടെങ്കിൽ പോലും അത് പാടി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല, അല്ലേ? എന്തായാലും മട്ടന്നൂരിൽ നിന്ന് വന്ന മഴവില്ലുകളായതുകൊണ്ട് എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വന്ന മഴവില്ലുകളാണ് ഇത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് കിട്ടുക്കും. അല്ല, കാരണം അങ്ങനെയാണ്, കണ്ണൂരുകാരെ അങ്ങനെയാണ്. ഈ ഡെഡിക്കേഷൻ്റെ കാര്യത്തിൽ, അർപ്പണ മനോഭാവത്തിൻ്റെ കാര്യത്തിലൊക്കെ കണ്ണൂരുകാരെ മുമ്പതിലാണ്. ഇപ്പൊ നോക്കിക്കോ, നിങ്ങൾ ആ പെർഫോമൻസ് നോക്കിക്കോ, അതിനുശേഷം പറ. അല്ല, പിന്നെ തിരുവനന്തപുരം അല്ല, പിന്നെ തൃശ്ശൂരുകാരാണ്. ഞാൻ തൃശ്ശൂർ. ഓക്കെ. അപ്പോൾ സർവം സഹയവൾ ഭൂമിദേവി, ശത്രു സംഹാരത്തിൻ ശക്തി ദുർഗം, അസുര നിഗ്രഹത്തിൻ ഭദ്രകാളി, ഭദ്രകാളി, ഭദ്രകാളി. ഭൂലോകനാഥയാം നാരിയല്ലേ അവളിട്ടുതിക്കതിൻ ദിവ്യശക്തി, ഊഷരമാവാത്ത സ്നേഹപുണ്യം, കത്തിജ്വലിക്കും കോപാഗ്നിയാവും ശത്രു സംഹാരത്തിൻ ക്രോധാഗ്നിയായി, മുറിവേറ്റ മാനത്തിൻ കാട്ടുതീ പോൽ കത്തിപ്പടരും കനൽ തരിയായി, നാരീ ശക്തിതൻ ഉഗ്രമൂർത്തി ഭദ്രകാളി. അസുരകുലത്തിൻ ഉഗ്രമൂർത്തി, മഹിഷാസുരനെന്ന രാക്ഷസൻ, ബ്രഹ്മാവിൻ പാദം നമിച്ചു തപസാലെ സിദ്ധിച്ചു തീഷ്ണവരപ്രസാദം, കേവലമിനിയൊരു നാരിയാലല്ലാതെ അസുരനാം തന്നെ നിഗ്രഹിക്കാൻ സാധ്യമല്ല. ഈ നാടോടി നൃത്തക്കാരെ ചിലപ്പോൾ പൂക്കളാകും, പുഴകളാകും, മാനാകും, മീനാകും, എന്തൊക്കെ ഭാവങ്ങളാണ് നിങ്ങളുടെ മുഖത്ത് വിരിയുക. അതായത് ഇവളിങ്ങനെ ചെരിഞ്ഞു നിന്നിട്ട് ഭദ്രകാളി എന്ന് പറഞ്ഞ ഒരു നോട്ടം നോക്കി. ഗംഭീര മക്കളെ. അപ്പോൾ നിങ്ങളോടൊരു ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങളെപ്പോലെ
ഉള്ള കുട്ടികളെ ഇങ്ങനെ മണ്ണിലേക്ക് വലിച്ചിറക്കിയത്? മണ്ണിൽ നമ്മൾ തൊടണം, മണ്ണിൽ തൊടണ്ടെന്നല്ല, പക്ഷേ നിങ്ങളുടെ പെർഫോമൻസിന് ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കുമോ എന്നുള്ള പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു, അല്ലേ? എന്തൊരു മെയ്വഴക്കം, സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. പക്ഷെ നിങ്ങൾ ഇവിടെയും കൃഷ്ണരാജെ, ഒരു നിമിഷം, കഴിഞ്ഞ 4 വർഷമായി ഇവരെ പരിശീലിപ്പിച്ച് ഈ നിലയിലേക്ക് എത്തിച്ച ഒരാളുണ്ട്. അയാളെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഐശ്വര്യ ടീച്ചർ കടന്നു വരിക. യെസ്, ടീച്ചറാണ് ഈ നിലയിലേക്ക് ഇത്രയും നല്ലൊരു പെർഫോമൻസിന് എല്ലാ അടിത്തറയും പാകിയത് ഐശ്വര്യ ടീച്ചറാണ്. ടീച്ചറെ 2 വാക്ക് പറയാതെ പോകാൻ സമ്മതിക്കില്ല. ആദ്യം തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഇത് 4ാമത്തെ വർഷമായതുകൊണ്ടും പിന്നെ നല്ലൊരു ടീമിനെയാണ് എനിക്ക് കിട്ടിയത്. കാരണം കുട്ടികളുടെ ഒരു സപ്പോർട്ട് ആദ്യം തന്നെ വേണമല്ലോ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും കുട്ടികൾ. അപ്പോൾ ഇവിടെ എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നന്നായിട്ട് കുട്ടികൾ പെർഫോം ചെയ്തു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ പുറകിൽ നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ട്, സ്കൂളിലെ ടീച്ചേഴ്സ് അത്രയും നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തുടക്കം മുതൽ ഇവിടെ എത്തുന്നത് വരെയും ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് അത്രയും ഉണ്ട്. ടീച്ചറെ, ഈ നാടോടിനൃത്ത വേദികളിലെ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബാലാമണി ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, അങ്ങനെ പുതിയ പുതിയ വിഷയങ്ങൾ വരികയാണ്. കഴിഞ്ഞ ദിവസം നാടോടി നൃത്തത്തിൽ വനിതാ പോലീസിൻ്റെ വേഷമിട്ട് ഒരു കുട്ടി അരങ്ങ് തകർത്തു. അപ്പോൾ എന്താണ് ഈ പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായ തലത്തിലേക്ക് നൃത്ത വേദികൾ പോകുന്നത്? എന്തുകൊണ്ടായിരിക്കും? എന്താ വെച്ചാൽ ഇപ്പോഴേ ഈ ഒരു സമൂഹത്തിൽ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും എതിരായിട്ടാണ് കൂടുതലായിട്ട് ഇപ്പോഴേ പല ഡാൻസ് ഫോമും കൊണ്ടുവരുന്നത്, ഒരാശയം കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മളത് തന്നെ ആയാലും സമൂഹത്തിൽ ഇപ്പോൾ സ്ത്രീകൾക്കെതിരായാലും ഒരുപാട് അക്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ത്രീയുടെയും ഉള്ളിൽ കാളി എന്ന് പറയുക ഒരു കാളിയായി മാറണം. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ എന്താ പറയുക മറ്റുള്ളവരെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും അവർ എന്താ പറയുക തളർന്നിരിക്കാതെ അവരുടെ ഉള്ളിൽ ഒരു കാളിയുണ്ട്, അത് പുറത്തേക്ക് വന്ന് അവർ തന്നെ അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം. ആ ഒരു കേട്ടുകാണോന്ന് വിചാരിക്കുന്നു. ഏതായാലും വളരെ സന്തോഷം. നിങ്ങളുടെ പെർഫോമൻസ് അത്യുജ്വലം.